നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അദൃശ്യമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുവാൻ ലക്ഷ്യമിട്ട് നാസ വികസിപ്പിച്ചെടുത്ത നാൻസി ഗ്രേസ് റോമൻ ടെലസ്കോപ്പ് വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ്. നാസയുടെ ആദ്യത്തെ ചീഫ് ആസ്ട്രോണമറായ നാൻസി ഗ്രേസ് റോമൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിട്ടുള്ള ഈ അത്യാധുനിക ദൂരദർശിനി നിലവിൽ മേരിലാൻഡിലെ ഗോദ്ദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൽ നിർമ്മാണവും വിക്ഷേപണത്തിന് മുന്നോടിയായുള്ള പരിശോധനകളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വരുന്ന ഏപ്രിൽ 21 മാധ്യമങ്ങൾക്കായി ദൂരദർശിനിയുടെ പൂർണ്ണരൂപം പ്രദർശിപ്പിക്കുവാൻ നാസ തീരുമാനിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിലേക്ക് മാറ്റുന്നതിന് മുൻപുള്ള അവസാനത്തെ പ്രദർശനമാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ഈ വർഷം അവസാനത്തോടെ വിക്ഷേപണം നടക്കുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടലുകൾ. പ്രപഞ്ചത്തിൻ്റെ വിശാലമായ പനോരമിക് കാഴ്ചകൾ പകർത്തുവാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ നിരീക്ഷണാലയം. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രതിഭാസങ്ങളായ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റോമൻ ടെലസ്കോപ്പിന് സാധിക്കും. ദൃശ്യപ്രകാശത്തിനും അപ്പുറം നമ്മൾ ഇതുവരെ കാണാത്ത ആകാശഗോളങ്ങളെയും ഗാലക്സികളെയും കണ്ടെത്താൻ ഈ ദൂരദർശിനി സഹായിക്കും. ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൽ നാസയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ദൗത്യമായാണ് ഇതിനെ കണക്കാക്കുന്നത്. നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ശാസ്ത്രജ്ഞർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലൂടെയാകും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുക. സാങ്കേതികമായി ഏറെ മുന്നിലാണ് ഈ ദൂരദർശിനി. മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെ നേരിട്ട് നിരീക്ഷിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്യഗ്രഹങ്ങളിലെ ജീവൻ്റെ സാന്നിധ്യം തേടിയുള്ള നാസയുടെ യാത്രയിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണ്. മറ്റ് പ്രമുഖ ബഹിരാകാശ ദൂരദർശിനികളായ ഹബിൾ, ജെയിംസ് വെബ് എന്നിവയേക്കാൾ 100 ഇരട്ടി വേഗതയിൽ ആകാശത്തിൻ്റെ വിശാലമായ ചിത്രങ്ങൾ പകർത്തുവാൻ ഇതിന് കഴിയും. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് പ്രപഞ്ചത്തെ പുതിയൊരു രീതിയിൽ നിരീക്ഷിക്കാനും പഠിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കും. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ലോകത്തിലെ വിവിധ ബഹിരാകാശ ഏജൻസികളും സ്ഥാപനങ്ങളും കൈകോർത്തിട്ടുണ്ട്. യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സ, ഫ്രഞ്ച് ഏജൻസിയായ CNES എന്നിവരും ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിൻ്റെ ഭാഗമാണ്. ഈ അന്താരാഷ്ട്ര സഹകരണം ശാസ്ത്രലോകത്തിന് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. റോമൻ ടെലിസ്കോപ്പിന് പുറമെ ശുക്രനിലേക്കുള്ള ഡാവിഞ്ചി ദൗത്യം, ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലേക്കുള്ള ഡ്രാഗൺ ഫ്ലൈ ദൗത്യം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും നാസ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ പ്രപഞ്ചശാസ്ത്രത്തിലെ പല രഹസ്യങ്ങളും അനാവരണം ചെയ്യുവാൻ റോമൻ ടെലിസ്കോപ്പിന് കഴിയുമെന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.